ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമെന്ന് താരസംഘടന അമ്മ. റിപ്പോർട്ടിൽ പറയുന്ന എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ നടപ്പിലാക്കണമെന്നും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പറഞ്ഞു. കമ്മിറ്റിക്ക് ലഭിച്ച മൊഴി പ്രകാരം കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്ത് അന്വേഷിക്കണമെന്നും സിദ്ദീഖ് കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വിവരങ്ങൾ നൽകാൻ KM ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, വാർത്താസമ്മേളനത്തിന്റെ ആദ്യഘട്ടങ്ങളിൽ ഇരയാക്കപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് അങ്ങോട്ട് അമ്മ എന്ന സംഘടനയുടെ ഇരട്ടത്തപ്പ് വളരെ വ്യക്തവുമായിരുന്നു. ഒരേ സമയം ഇരയ്ക്കൊപ്പം നിലകൊള്ളുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുകയാണോ താരസംഘടന? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ എന്ന് മാത്രമല്ല ആദ്യത്തെ ദിവസങ്ങളിലൊന്നും തന്നെ അമ്മ സംഘടന അവരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നില്ല. ഇന്നിപ്പോൾ 4 ദിവസം പിന്നിടുമ്പോഴാണ് പലവിധ സമ്മർദ്ദങ്ങൾ അമ്മയ്ക്ക് മേലുണ്ടായിട്ടുണ്ട്. പൊതുസമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്, അവരുടെ സംഘടനയ്ക്കകത്തു നിന്ന് തന്നെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇക്കാര്യത്തിലൊരു നിലപാട് പറയണമെന്നുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് 3 മണിക്ക് അമ്മ അവരുടെ കലൂരിലെ ആസ്ഥാനത്ത് വെച്ച് ജനറൽ സെക്രട്ടറി സിദ്ദീഖ് മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറയുന്നത് അതിനൊരു എക്സ്ക്യൂസും അദ്ദേഹം പറയുകയുണ്ടായി. ഇങ്ങനെ വൈകിയത് മറ്റൊന്നും കൊണ്ടല്ല, ഒളിച്ചോടിയതല്ല, അമ്മ ഷോയുമായി ബന്ധപ്പെട്ട തിരക്കായിരുന്നു, അതുകൊണ്ടാണ് പ്രതികരിക്കാൻ വൈകിയത് എന്നുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരല്ല അമ്മ, ആ റിപ്പോർട്ട് അമ്മയെ കുറ്റപ്പെടുത്തുന്നില്ല, അമ്മയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുമില്ല എന്നുള്ളതാണ് സിദ്ദീഖ് ന്യായീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ റിപ്പോർട്ടിൽ പറയുന്ന പല കാര്യങ്ങളും അത് അമ്മയിലെ അംഗങ്ങളായവർക്ക് കൂടി ഏറെ ഗുണകരമായ നിർദ്ദേശങ്ങളാണ്. അത് സർക്കാർ അതുകൊണ്ട് തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കുന്നു. ഇതിനുശേഷം നിരവധി ചോദ്യങ്ങൾ അമ്മ ജനറൽ സെക്രട്ടറിക്ക് നേരെ ഉണ്ടായി. അതിന് അദ്ദേഹം ഓരോന്നിനും മറുപടി പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്ന പല മൊഴികളും പല അതിക്രമങ്ങൾ, പ്രത്യേകിച്ച് ലൈംഗിക അതിക്രമങ്ങളൊക്കെ ഉണ്ടായതായി പല മൊഴികളുമുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പരാതിയും ഇതുവരെ അമ്മയ്ക്ക് മുമ്പിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ, ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ അങ്ങനെ മൊഴി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പോലീസ് കേസെടുത്ത്, അത്തരത്തിലൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തട്ടെ. അതിൽ യാതൊരു തരത്തിലുള്ള ഭയപ്പാടും മറ്റൊന്നും തന്നെ അമ്മയ്ക്കില്ല, ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് അമ്മയ്ക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ കാസ്റ്റിംഗ് കൗച്ചുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണങ്ങൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. ഇതുവരെയും അത്തരത്തിലൊരു പരാതി വന്നിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുന്നു. അങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി തങ്ങളെ അറിയിച്ചിരുന്നെങ്കിൽ, നേതൃത്വത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഏതറ്റം വരെയും ചെന്ന് അതിന് പരിഹാരം ശ്രമിച്ചേനെ എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ അമ്മ സംഘടനയുടെ മുന്നിൽ എത്തിയിട്ടില്ല എന്ന് സിദ്ദീഖ് പറയുമ്പോൾ തന്നെയാണ് മാധ്യമപ്രവർത്തകരുടെ മറ്റു ചില ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും 2018 അമ്മ എന്ന സംഘടനയുടെ മുന്നിൽ വന്ന മറ്റൊരു നടിയുടെ പരാതിയുണ്ട്. സമാനമായ സ്വഭാവമുള്ളതാണ്. 2006 നടന്ന സംഭവത്തെക്കുറിച്ച് 2018 പരാതി കൊടുക്കുന്നു. 2018 ശേഷം 2024 എടുത്തു. ഇത്തരം സംഭവങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ആ മെയിൽ ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടു. ആ പരാതി ഇമെയിലായാണ് അയച്ചത്. ആ മെയിൽ ഇപ്പോൾ മാത്രമാണ് ശ്രദ്ധയിൽപ്പെട്ടത് എന്ന് പോലും പറയേണ്ടി വരുന്നു ഈ സംഘടനയ്ക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള പരാതി താരസംഘടനയുടെ മുന്നിൽ എത്തിയാൽ അവരുടെ നിലപാട് എന്താണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ടല്ലേ? പ്രത്യേകിച്ച് ഇപ്പോൾ ജോമോളുടെയൊക്കെ പ്രതികരണം, തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ജോമോൾ പറയുന്നു. ശരിയായിരിക്കാം, അവരുടെ വ്യക്തിപരമായ അനുഭവമാണ്. പക്ഷേ അത്തരത്തിലൊരു കാര്യം വെച്ച് ഈ പരാതികളെ ആകെ ജനറലൈസ് ചെയ്യാനുള്ള ശ്രമവും ഈ വാർത്താ സമ്മേളനത്തിൽ കണ്ടിരുന്നല്ലോ. അതെ അസീത, കാരണം ഈ ഒരു കാര്യം എടുത്തു ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് കൃത്യമായ ഒരു ഉത്തരം പറയാൻ പറ്റാതെ ഒരു വിഷമിക്കുന്നൊരു സമീപനം നമുക്ക് കാണാനായി. മാത്രമല്ല ഈ ചോദ്യങ്ങൾ പാടെ ഈ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് കൂടാതെ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയും എക്സിക്യൂട്ടീവ് അംഗം വിനു മോഹനെ കൂടാതെ വനിതകളായ 2 എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ കൂടി ഈ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. അതൊന്ന് ജോമോളാണ്, മറ്റൊന്ന് അനന്യയാണ്. അവരോടുകൂടി ഇക്കാര്യങ്ങളിലൊക്കെ ചോദിച്ചുകൂടെ എന്ന് സിദ്ദീഖ് തന്നെ പറയുകയുണ്ടായി. ആ ഘട്ടത്തിലാണ് ജോമോളോട് ഈ കാര്യം ചോദിക്കുന്നത്. ജോമോൾ പറയുന്നത് തനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു സംഘടനയുടെ ഭാരവാഹിത്വത്തിലിരിക്കുമ്പോൾ അത്തരത്തിൽ ആണ് തൻ്റെ വ്യക്തിപരമായൊരു കാര്യം മാത്രം പറയാൻ മാത്രമാണ് ജോമോൾക്ക് കഴിഞ്ഞത് എന്നുള്ളതാണ്. എന്നാൽ ആ സംഘടനയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അതിന് കൃത്യമായൊരു മറുപടി നൽകാൻ ജനറൽ സെക്രട്ടറിക്കോ മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കോ ഇത്രയും വലിയ പരാതികൾ വന്നിട്ട് പോലും അതിന് കൃത്യമായി അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഈ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞില്ല എന്ന് പരോക്ഷമായി തന്നെ അങ്ങനെ തന്നെ നമുക്ക് കാണേണ്ടി വരും. കൃത്യമായി അതിനൊരു നിലപാടില്ലായ്മ അതിൽ നമുക്ക് ദൃശ്യമായി. എന്ന് മാത്രമല്ല പലതരത്തിലുള്ള ഭിന്നതകൾ ഈ സംഘടനയ്ക്കകത്ത് തന്നെ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ആദ്യം ഇത് വാർത്താ സമ്മേളനം നടത്തേണ്ടതില്ല, ഉടനടി ഒരു വാർത്താ സമ്മേളനത്തിലേക്ക് പോകേണ്ടതില്ല എന്ന് ചില അംഗങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് ഈ വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തല തന്നെ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. പക്ഷേ മറ്റു ചിലർ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെ കാണാനും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം എന്ന ആ തരത്തിലുള്ളൊരു സമ്മർദ്ദമുണ്ടായി. അപ്പോൾ അമ്മയ്ക്കകത്ത് തന്നെ കൃത്യമായൊരു അഭിപ്രായ ഐക്യം
ഉണ്ടായില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും വലിയ ആരോപണ സ്വരങ്ങൾ അമ്മയ്ക്കെതിരെ വന്ന സമയത്ത് കുറച്ചുകൂടി ക്ലാരിറ്റിയോട് സംസാരിക്കുകയും ചെയ്തു അല്ലേ ഉമേഷ്? അപ്പോൾ ഈ സംഘടനയ്ക്കുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു പരിധിവരെ എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു സിദ്ദീഖ് ഉൾപ്പെടെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പോലും തെറ്റാകില്ലല്ലേ? ജഗദീഷിന്റെ പ്രസ്താവന അതിനെ ശരിവെക്കുന്നുമുണ്ടല്ലോ. അങ്ങനെ നമുക്ക് കാണാം. കാരണം സിദ്ദീഖ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ആമുഖമായി പറഞ്ഞത്. അവർക്ക് പറയാനുള്ളത് എന്നുള്ള നിലയിൽ വളരെ ചുരുക്കം ചില വാക്കുകളിൽ എന്താണ് അമ്മയുടെ നിലപാട് എന്ന് പറയുകയുണ്ടായി. ഇങ്ങനെ വൈകിയതല്ല, ഇത് ഷോ കാരണം വൈകിയതാണ്, മറ്റു തരത്തിലുള്ള പരാതികളൊന്നും വന്നിട്ടില്ല, ആകെ വന്നത് പ്രതിഫലം സംബന്ധിച്ചുള്ള പരാതി മാത്രമാണ്, കാസ്റ്റിംഗ് കൗച്ച് സംബന്ധിച്ച ആരോപണം വന്നിട്ടില്ല, ആരെങ്കിലും ഒരാൾ പരാതി നൽകി എന്നുള്ളതിൻ്റെ പേരിൽ ഒരിക്കലും സിനിമയിൽ അവസരം നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ അങ്ങനെ അവസരം നിഷേധിക്കപ്പെട്ടവരുടെ കാര്യങ്ങൾ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിയിട്ടുമുണ്ട്. പക്ഷേ അതെല്ലാം വച്ച് ചോദിക്കുമ്പോഴൊന്നും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നൊരു സമീപനം സിദ്ദീഖിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കൃത്യമായി ആർക്കാണ് അനുഭവം എന്നത് സംബന്ധിച്ചൊന്നും സിദ്ദീഖ് കൃത്യമായി പറഞ്ഞില്ല. പലതവണ അമ്മ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ നേരത്തെയും നേരിട്ടിട്ടുള്ളതാണ്, പല ഘട്ടങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ ഒരു റിപ്പോർട്ടിലൂടെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വരുമ്പോഴും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന ഒഴുക്കൻ മറ്റുള്ളൊരു മറുപടിയിൽ അമ്മ ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം വ്യക്തമാണ്. നിരവധി പരാതികൾ താരസംഘടനയ്ക്ക് മുൻപിലുണ്ട്. അത് തന്നെ ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ മൊഴിയായി വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന് ചെറുതാക്കി കാണിക്കാനാണ് വാർത്താ സമ്മേളനത്തിൽ അമ്മയുടെ ഭാരവാഹികൾ ശ്രമിച്ചതെങ്കിൽ അതിന് പിന്നാലെ അമ്മയുടെ തന്നെ ചുമതലയിലിരിക്കുന്ന ജഗദീഷ് അല്പം കൂടി വ്യക്തതയോടെ ഈ വിഷയത്തിൽ ഇടപെട്ടു. അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രതികരിക്കാൻ വൈകിയതിൽ അല്ലെങ്കിൽ അമ്മ എടുക്കുന്ന നിലപാടുകളെ ജഗദീഷ് വിമർശനാത്മകമായി തന്നെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. അതാണ് ഇന്നത്തെ വാർത്താ പകലിൽ ഈ വിഷയത്തിൽ അമ്മ എന്ന സംഘടനയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടത്.